ഡോക്ടർ റോബിൻ ആരതിപ്പൊടി. ഡോക്ടർ റോബിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് എൻ്റെ പുതിയ ചാനലിടുന്നത്, അടിപൊളിച്ചൻ 2.0. അപ്പോൾ അതിനകത്ത് ആദ്യമേ ഇട്ടത് തന്നെ സുരേഷ് ഗോപിയുമായിട്ട് അദ്ദേഹം ഒരു കല്യാണ ഫംഗ്ഷന് പങ്കെടുക്കുന്ന ഒരു ഫോട്ടോയാണ്. സുരേഷ് ഗോപിയോടൊപ്പം ഡോക്ടർ റോബിൻ്റെയും ആരതിപ്പൊടിയുടെയൊക്കെ ഫോട്ടോ പെട്ടെന്ന് വൈറലാകുകയും ചെയ്തു. സുരേഷ് ഗോപി ആ കല്യാണ ഫംഗ്ഷന് പങ്കെടുക്കുന്നതും അവരൊക്കെ തമ്മിൽ സംസാരിക്കുന്നതും ഒക്കെയുള്ള വീഡിയോകളും ഫോട്ടോകളും ഒക്കെ നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു പല യൂട്യൂബ് ചാനലുകളിലും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ എൻ്റെ ആദ്യമേ ചാനൽ തുടങ്ങിയപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യം, എനിക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബർമാരിൽ ഭൂരിപക്ഷവും ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെട്ടാണ് നമ്മളൊരു ചാനൽ തന്നെ തുടങ്ങാൻ കാരണം. പിന്നെ അതങ്ങ് തുടർന്ന് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഡോക്ടർ റോബിൻ്റെ വീഡിയോകൾ എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിഗ് ബോസ് എന്ന് കേട്ടിട്ട് കഴിയുമ്പോൾ എനിക്ക് ആദ്യമേ മനസ്സിൽ ഓടിയുമ്പോൾ കിട്ടുന്ന ഒറ്റ പേരേ ഉള്ളൂ, അത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അതിനുശേഷം വരുന്ന പേരുകളൊക്കെ ഉള്ളൂ എല്ലാം. ബിഗ് ബോസ് നമ്മൾ ഇഷ്ടപ്പെടാനുള്ള കാര്യം ഇത്ര ജനകീയമാക്കാനുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ കഴിവൊന്ന് അപാരം തന്നെയായിരുന്നു. അത്രയ്ക്ക് ജനപ്രിയമാക്കി, അമ്മമാർ ഇഷ്ടപ്പെട്ടു തുടങ്ങി, കൊച്ചു കുട്ടികൾ വരെ അദ്ദേഹത്തിൻ്റെ പേരുകൾ ഉച്ചരിച്ച് കരയുന്നു. അദ്ദേഹം ഔട്ടായപ്പം കേരളത്തിലെ മിക്കവാറും എല്ലാവരും ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ മൊത്തം വിഷമിച്ചൊരു സംഭവമുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പുറത്ത് മടങ്ങിയവരുമൊക്കെ നമ്മൾ പല വട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് നേടിയിട്ടേക്കുന്ന ഒരു വ്യക്തി ഡോക്ടർ റോബിനാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയേണ്ടത്, പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലേ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങി, രാഷ്ട്രീയപരമായിട്ട് പലർക്കും പല അഭിപ്രായ വ്യത്യാസം സുരേഷ് ഗോപിയുമായിട്ടുണ്ടാകാം. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു 100% പെർഫെക്റ്റായ ഒരു മനുഷ്യൻ തന്നെയാണ് സുരേഷ് ഗോപി. രാഷ്ട്രീയപരമായിട്ട് ഏതും ഓരോ മനുഷ്യനും അവൻ്റെ രാഷ്ട്രീയം പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യാം. അത് അതിൻ്റെ അവസ്ഥയിൽ തന്നെ പോകട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഡോക്ടറെയും ആരതിപ്പൊടിയും നമ്മുടെ സുരേഷ് ഗോപി എല്ലാം ഒരു വേദിയിൽ ഒന്നിച്ചതുള്ളതിൽ വളരെയധികം സന്തോഷം.